Group 13 elements, the boron family. Okay, the group 13 elements include boron, aluminium, gallium, indium and thallium. And group 14 elements, carbon family, it includes carbon, silicon, germanium, tellurium and polonium. Okay, then yes, group 13, 14 and 15 elements shows a phenomenon known as inert pair effect. Inert pair effect. Then, please listen. In group 13, 14 and 15, group oxidation state is most stable state for lighter elements. But group 13, 14 and 15 lighter elements in the case group oxidation state is most stable. For example, group 13, boron family, group oxidation state is group number -10. That means group 13 common oxidation state or group oxidation group number 13 -10 plus 3 ആണ് അല്ലേ. അതുപോലെ ഗ്രൂപ്പ് 14 എലമെന്റ്സിൻ്റെത് അല്ലേ +4 ആണെന്ന് പറയാം. യെസ്, ഇപ്പോൾ ലൈറ്റർ എലമെന്റ്സിൻ്റെ കേസിൽ മീൻസ് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ യെസ് ആദ്യമുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ബോറോൺ ഫാമിലിയിൽ അല്ലെ ബോറോൺ അലൂമിനിയത്തിൻ്റെ ഒക്കെ കേസിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ. Then the oxidation state, next important point, the oxidation state 2 units less than the group oxidation state becomes progressively more stable down a group. നമുക്ക് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 13 അല്ലേ, ഏതൊക്കെ എലമെന്റ്സ്? ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഓക്കെ, ഗ്രൂപ്പ് 13. അപ്പോൾ ഗ്രൂപ്പ് 13 എലമെൻസിൽ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എന്താണ്? ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, ഓക്കെ, ദ ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 -2, ദാറ്റ് ഈസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോർ സ്റ്റേബിൾ. ഇപ്പോൾ താഴെ എത്തുമ്പോൾ +1, ഇപ്പോൾ താല്യത്തിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോർ സ്റ്റേബിൾ. Same manner in the case of group 14 elements, carbon, silicon, germanium, tellurium and polonium. ഇവിടെ in the beginning means in the case of carbon and silicon ഒക്കെ എന്താ ലൈറ്റർ എലമെന്റ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് +4 ഈസ് മോസ്റ്റ് സ്റ്റേബിൾ. ബട്ട് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്, ഇപ്പോൾ ടെലൂരിയത്തിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ എന്താ group oxidation state -2, അതായത് +4, 4 -2. The +2 oxidation state is more stable. Yes, in group 13, +1 oxidation state and group 14, +2 oxidation state is more stable down a group. നമുക്ക് നോക്കാം, ഈ റീസൺ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ എത്തുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇന്നർ ഷെല്ലിലുള്ള DF ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് വളരെ ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ദ പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് D and F electrons. Okay, poor shielding effect of inner D and F electrons. The increased nuclear charge holds the outer NS2 electrons very tightly. അപ്പോൾ ഗ്രൂപ്പിൽ താഴെ എത്തുമ്പോൾ ഇന്നർ ഷെല്ലിലുള്ള ഡി അതുപോലെ എഫ് ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് ഡ്യൂ ടു ദ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഇന്നർ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺ ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഓക്കെ, ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജിൻ്റെ ഇൻക്രീസിനെ ഈ ഷീൽഡിംഗ് എഫക്റ്റിന് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ എന്താ ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ദെൻ എന്താണ് യെസ് ദാറ്റ് മീൻസ് ദ ന്യൂക്ലിയസ് ക്യാൻ strongly attract the outermost ns electrons. ns electrons then yes അപ്പോൾ ns ഇലക്ട്രോൺസിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി കുറയുന്നു. അപ്പോൾ NS2 ഗ്രൂപ്പ് 13ൻ്റെ ഔട്ടർ കോൺഫിഗറേഷൻ എന്താ NS2 NP1 ആണ്. ഗ്രൂപ്പ് 14 ആണെങ്കിലോ NS2 NP2 ആണ്. അപ്പോൾ യെസ് അപ്പോൾ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് ഇവ സംഭവിക്കുന്നത് എന്താ ന്യൂക്ലിയർ ചാർജ് അല്ലേ ന്യൂക്ലിയർ ചാർജിൻ്റെ എന്താ ഇൻക്രീസ്ഡ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു ഈ എൻ എസിലുള്ള 2 ഇലക്ട്രോൺസിനെ ഗ്രൂപ്പ് 13ലെ എൻ എസിലെ 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു സ്ട്രോങ്ലി ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഈ എൻ എസിലുള്ള ഈ 2 ഇലക്ട്രോൺസിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ടെൻഡൻസി കുറയുന്നു. അപ്പോൾ എൻ പിയിലുള്ള 1 ഇലക്ട്രോൺ ആണ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് വാട്ട് യെസ് ഇറ്റ് എക്സിബിറ്റ്സ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് 14ൻ്റെ കേസിലും എൻ എസിലുള്ള 2 ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു യെസ് സ്ട്രോങ് ആയിട്ട് അട്രാക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ പിയിലുള്ള 2 ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് എക്സിബിറ്റ് +2 oxidation state as we move down the group. Then down the group, due to poor shielding effect of inner DA and F electrons, the increased nuclear charge holds this NS2 electrons tightly restricting their ability for bonding. Okay, so only the P electron is active in bond formation. അപ്പോൾ ബോണ്ട് ഫോർമേഷനിൽ കെമിക്കൽ റിയാക്ഷൻ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എൻ പിയിലുള്ള ഇലക്ട്രോൺസ് ആണ് അല്ലേ. ഇപ്പോൾ ഗ്രൂപ്പ് 13ൽ എൻ പിയിലുള്ള 1 ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗ്രൂപ്പ് 14ലാണെങ്കിൽ എൻ പിയിലുള്ള 2 ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് എക്സിബിറ്റ്സ് ഗ്രൂപ്പ് 14 എലമെൻറ്റ്സ് എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. This reluctance of NS2 electron to participate in bond formation in the case of heavier elements is known as inert pair effect. അപ്പോൾ ഗ്രൂപ്പ് 13ലെയും ഗ്രൂപ്പ് 14ലെയും ഒക്കെയുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള താഴെയുള്ള എലമെൻറ്റ്സ് മീൻസ് ഹെവിയർ എലമെൻറ്റ്സിന് ഔട്ടർ ഷെല്ലിലുള്ള എൻ എസിലുള്ള 2 ഇലക്ട്രോൺസിന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു. ഓർ ദിസ് the NS electrons are inert. Okay, inert. Then this inertness of this NS2 electrons take part in bond formation is called the inert pair effect. Then the main cause of inert pair effect and the poor shielding effect of inner D and F electrons. Then increased nuclear charge, increased nuclear charge can hold the NS2 electrons more tightly. അപ്പോൾ എൻ എസിലെ 2 ഇലക്ട്രോൺസിന് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുന്നു. ദാറ്റ് മീൻസ് ദ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ P subshell take part in chemical bond formation. Okay, this is called inert pair effect. That means in group 14 elements, group 13 elements +1 oxidation state is more stable down a group. In group 14 elements +2 oxidation state is more stable down a group. പക്ഷേ 2 ഗ്രൂപ്പിലും ബിഗിനിങ്ങിലുള്ള എലമെൻറ്റ്സ് മീൻസ് ലൈറ്റർ എലമെൻറ്റ്സിൻ്റെ മോർ സ്റ്റേബിളായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഗ്രൂപ്പ് 13ൽ +3ഉം ഗ്രൂപ്പ് 14 എലമെൻറ്റ്സിൽ +4ഉമാണ്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ സ്റ്റുഡൻസ്, in my next video I will discuss
the important chemical properties of group 13 elements. Goodbye, study well.